ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ഷാലിം എം ഹുസൈൻ്റെ ഗുള്ളക്കഞ്ച് എന്നുള്ളൊരു പോമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷാലിം എം ഹുസൈൻ ഒരു പോയിറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ ആണ്, ആൻഡ് ഹീസ് ഫ്രം ആസാം. അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് വരുന്നത് മൈഗ്രേഷൻ, ബോർഡേഴ്സ്, ഐഡന്റിറ്റി, കൾച്ചറൽ ഹിസ്റ്ററീസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, പെർട്ടിക്കുലർലി ഫോക്കസിംഗ് ഓൺ ദി ബംഗാൾ ഒറിജിൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ആസാം. സോ അദ്ദേഹം ഇംഗ്ലീഷിലും ആസാമീസിലുമാണ് എഴുതുന്നത്. ആൻഡ് ഹിസ് പോയിട്രി ആൻഡ് ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയാണ് അദ്ദേഹം എഴുതുന്നത്. ആൻഡ് ഹി ഹാസ് ട്രാൻസ്ലേറ്റഡ് മെനി വർക്ക്സ് അബൌട്ട് ദി ചർച്ചപ്പോരി പീപ്പിൾ. ചർച്ചപ്പോരി പീപ്പിൾ എന്ന് വെച്ചാൽ ഈ ബംഗാളി സ്പീക്കിംഗ് മുസ്ലിംസിനെയാണ് ചർച്ചപ്പോരി പീപ്പിൾ എന്ന് പറയുന്നത്. അവര് ആസാമിലോട്ട് മൈഗ്രേറ്റ് ചെയ്തവരെയാണ്. അപ്പൊ ഇവരുടെ ഐഡന്റിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, സിറ്റിസൺഷിപ്പ്, ആസാം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതുന്നത്. ആൻഡ് ഓൾസോ ഇദ്ദേഹം ആസാമീസ് ലിറ്ററേച്ചർ ഇംഗ്ലീഷിലോട് ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പോമായിട്ടുള്ള ഗുള്ളക്കഞ്ച് എന്ന് പറയുന്നത് പേഴ്സണൽ നറേറ്റീവ്സ് വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ റിയാലിറ്റീസ്, അതാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. ഓക്കെ, സോ ബോർഡർ, ഐഡന്റിറ്റി, മെമ്മറി, മൈഗ്രേഷൻ, പേഴ്സണൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററീസ്, അതാണ് ഈ ഒരു പോയത്തിനകത്തോട് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ബോർഡറിലോട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ജേർണി പോവാണ്. അതായത് പിന്നെ ആ ഒരു ജേർണിയിൽ അതായത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ആ ഒരു ബോർഡറിലുള്ള ഒരു വില്ലേജിലോട്ട്, അതായത് അതാണ് ആ വില്ലേജിന്റെ പേരാണ് ഗുള്ളക്കഞ്ച് എന്ന് പറയുന്നത്. ആ ഗുള്ളക്കഞ്ചിലോട്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുവാണ്. അത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ്. സോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒബ്സർവേഷൻ വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ റിഫ്ലക്ഷൻസ് ആണ് ഈ ഒരു വർക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ലൈൻ ബൈ ലൈൻ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാൻസ വണ്ണിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പോയിട്ട് ഒരു ന്യൂലി ബിൽറ്റ് റോഡിലോട്ട് ട്രാവൽ ചെയ്യുവാണ്. അത് ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസിനെയാണ് കാണിക്കുന്ന ആ ഒരു സ്ഥലത്തെ. പോർക്കുപൈൻ അഗെയിൻസ്റ്റ് ദ റിവർ എന്ന് പറഞ്ഞ ഒരു ഇമേജ് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതായത് അവിടെയൊക്കെ റിവറിന്റെ ആ ഒരു ബോർഡറിലെല്ലാം ഫുൾ ഫെൻസസ് ഫെൻസസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് റിവറിന്റെ കോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോസിബിളി ആ ബോർഡറിന്റെ ആ ഒരു കൈൻഡ് ഓഫ് ആ ബോർഡർ തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട്, ആ സ്ഥലത്തിന് ബോർഡർ തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയൊക്കെ ഫെൻസസ് അല്ലെങ്കിൽ റിവറിന്റെ ആ സൈഡ് ഫുള്ള് ഫെൻസസ് വെച്ചേക്കുകയാണ്. അപ്പൊ അത് റിവറിനെ ഒന്നെങ്കിൽ കൺട്രോൾ ചെയ്യാൻ, റിവറിന്റെ കോഴ്സിനെ, ഒഴുക്കിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ബോർഡറിന്റെ ആ ഒരു റെസ്ട്രിക്ഷൻ ആണ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഇപ്പൊ റൈസ് ഫീൽഡ് ഉണ്ട് അവിടെ. റൈസ് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെറ്റാഫോറിക്കലി ഡിവൈഡഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇമിഗ്രന്റ് സ്റ്റേറ്റസ്, സിംബലൈസിങ് ആ ബോർഡറിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അഗ്രികൾച്ചറിലും ലൈവ്ലിഹുഡിലും. റൈസ് ഫീൽഡ് ഹാഫ് ഇന്ത്യ ഹാഫ് ഇമിഗ്രന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഇമിഗ്രന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അവിടുന്ന് വന്ന ബംഗാളി ഒറിജിൻ മുസ്ലിംസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ആസാമിലോട്ട് കയറിയതാണ്. സോ അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവരുടെ അതായത് ഹാഫ് ഇന്ത്യൻ ആണ്, ഹാഫ് ഇമിഗ്രന്റ് ആണ് ഈ റൈസ് ഫീൽഡ് എന്ന് പറയുവാണ്. ഓക്കെ, അതായത് വെറും ഒരു അഗ്രികൾച്ചറിനെ പോലും അവിടെ ബോർഡർ തെറ്റി തിരിച്ചേക്കുവാണെന്നുള്ള രീതിയിൽ. ഇൻ ജാനുവരി 26 എന്ന് പറയുന്നത് എന്താണ്, റിപ്പബ്ലിക് ഡേ ഇൻ ഇന്ത്യ ആണ്, സിംബലൈസിങ് നാഷണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ സോവറിനിറ്റി. അപ്പൊ ആ ഒരു സെലിബ്രേഷൻസിന്റെ ഡിലേ അവിടെ കാണിക്കുന്നുണ്ട്, സജസ്റ്റിംഗ് ദാറ്റ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഓഫ് ബോർഡർ കമ്മ്യൂണിറ്റീസ് ഫ്രം നാഷണൽ ഫെസ്റ്റിവിറ്റീസ്. ഈവൻ ദോ അവർ ഇന്ത്യയിൽ ആസാമിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരല്ലേ. സോ അവിടെ ശരിക്കും പറഞ്ഞാൽ 26 ജാനുവരിയുടെ റിപ്പബ്ലിക് ഡേ ആണെന്നൊന്നും 2 വീക്സ് പാസ്റ്റ് 26 ജാനുവരി, 2 ആഴ്ച കഴിഞ്ഞു 26 ജാനുവരി കഴിഞ്ഞിട്ട്. പക്ഷെ എന്നാലും സെലിബ്രേഷന്റെ യാതൊരു വിധത്തിലുള്ളൊരു മാർക്കിങ്സോ അടയാളങ്ങളോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അവരെ മാർജിനലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാഷണൽ സെലിബ്രേഷനിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് അവരെ നിർത്തിയേക്കുവാണ് ആ ഒരു ഗ്രൂപ്പിനെ. സ്റ്റാൻസ 2 എന്ന് പറയുന്നത് ഈ സെലിബ്രേഷൻ ആൻഡ് ഡിലേ ഡ്യൂ ടു റെയിൻ പാരലൽസ് ഹൗ ഹിസ്റ്ററി ആൻഡ് ഗവർണൻസ് ഓഫൺ ഓവർലുക്ക് ബോർഡർ കമ്മ്യൂണിറ്റീസ്. അതായത് ഈ സെലിബ്രേഷൻ റെയിനിന്റെ ഇത് കാരണം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് റിപ്പബ്ലിക് ഡേ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, പോസ്റ്റ്പോൺഡ് റിപ്പബ്ലിക് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ ഉൾപ്പെടുത്താൻ താല്പര്യം ഇല്ലായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ആ ഒരു ഹൗ നാഷണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ്ഹുഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ആയിരിക്കത്തില്ല എല്ലാ സ്ഥലങ്ങളിലും. ഓക്കെ, അപ്പൊ ആ ഒരു ഡിലേ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹിസ് ലുങ്കി ഈസ് മഡി, ഹിസ് ഗഞ്ചി ക്രസ്റ്റഡ് വിത്ത് സ്വെറ്റ്, ലുക്ക് ലൈക്ക് ദി മാപ്പ് ഓഫ് ബംഗ്ലാദേശ് ഹി ലവ്സ്. ഇനി ഒരു മനുഷ്യന്റെ ക്ലോത്ത്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അയാൾ കണ്ടൊരു മനുഷ്യൻ, നമ്മുടെ പോയിട്ട് ഒരാളെ കാണുന്നു. അയാളുടെ ക്ലോത്ത്സ് എന്ന് പറയുന്നത് വളരെ ടോൺ ആണ് അല്ലെങ്കിൽ വോൺ ഔട്ട് ആണ്.
ആൻഡ് ഇറ്റ് സിംബലൈസസ് ദ ലാൻഡ് ഇറ്റ് സെൽഫ്. ബംഗ്ലാദേശിന്റെ മാപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയുണ്ട് അയാളുടെ ലുങ്കി എന്നും പറയുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ മാപ്പ് എന്ന് പറയുന്നത് സ്ട്രഗിളും ഐഡന്റിറ്റി ക്രൈസിസും ഒക്കെ ഉള്ളൊരു ഒരു സ്ഥലമാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹത്തിന്റെ തുണിയെ എന്ത് ചെയ്യാണ് ബംഗ്ലാദേശി മാപ്പുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അതൊരു ഇച്ചിരി ഹ്യൂമറസ് ആയിട്ട് പറയുവാണ്. അതായത് ആളുകൾ ഇവിടെ വന്ന് ഭയങ്കര ഒരു വല്ലാത്തൊരു ലൈഫാണ് അവർക്ക് ഇവിടെ നിന്നാണ് കാണിക്കുന്നത്. പിന്നെ ദെൻ ആസ്ക് ഇഫ് ദ ക്യാമറ ഈസ് ഓൺ. അയാൾ വന്ന് പോയിട്ട് എടുത്ത് ചോദിക്കുവാണ് ക്യാമറ ഓൺ ആണോ എന്ന്. അതായത് അയാൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് നടക്കുന്നത്, അത് അയാളെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഡോക്യുമെന്റ് ചെയ്യുന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഓക്കെ, സ്റ്റാൻസ 3 എന്ന് പറയുന്നത് എന്താണ്? ഐ സ്റ്റാൻഡ് ഓൺ ദ റേസ്ഡ് ബോർഡർ. അതായത് നമ്മുടെ പോയിട്ട് ആ ഒരു ബോർഡറിൽ നിൽക്കുവാണ്. ആൻഡ് ബോർഡറിനെ ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അതായത് വളരെ ഹെവിലി ഫോർട്ടിഫൈഡ് ആണ്, വയർ കൊണ്ടാണ് ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോളിനെയാണ് അതവിടെ കാണിക്കുന്നത്. പോയിട്ട് ആണ് ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതായത് ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടോ ഈ ഒരു കമ്പിക്കകത്ത് നോക്കുന്നുണ്ട്, അതായത് ആ വയറിനകത്ത് ഇലക്ട്രിഫൈഡ് ആണോ എന്ന് ഇയാൾ ചോദിക്കുവാണ്. സ്റ്റാൻസ 4 എന്ന് പറയുന്നത് എന്താണ്? ബോർഡർ പോലീസ്മാൻ വരുവാണ് ബൈസൈക്കിളിൽ. അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അയാൾ ആ ഗ്രാസിന്റെ സൈഡിൽ വെച്ച് അയാൾ ലഞ്ച് കഴിക്കുന്നു. ആൻഡ് പോലീസ്മാൻ എന്താണ്? ഒരു ഫിഗർ ഓഫ് അതോറിറ്റി ആണ് അല്ലേ. അയാളുടെ ബോർഡറിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. അയാളുടെ ആ ഒരു പവർ കാണിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം എന്താണ്? അയാളുടെ ഡെയിലി ആക്ട് ആണ് കാണിക്കുന്നത്. അതായത് പോയിട്ട് പറയുവാണ് അയാൾ ലഞ്ച് തിന്നുന്നു. ഹൗ ഇൻഡിവിജ്വൽസ് എന്താണ് ഇവരുടെ ലൈഫുമായിട്ട് അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവിടുത്തെ ഉള്ള ആളുകൾ എന്ന് പറയാൻ. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് the air from the other side filtered through the metal screen should but it doesn't smell different. അതായത് ഇനി കളിയാക്കിക്കൊണ്ട് പറയുവാണ് അപ്പുറത്തെ ബോർഡറിലെ, അതായത് ബോർഡറിന്റെ അപ്പുറം ഇപ്പുറമുള്ള എയർ, ബോർഡറിന്റെ മറ്റേ സൈഡിലുള്ള എയർ എന്ന് പറയുന്നത് എന്താണ്? അതിന് പ്രത്യേകിച്ച് ഡിഫറൻറ്റ് സെന്റ് ഒന്നും ഇല്ല, ഡിഫറൻറ്റ് സ്മെല്ലൊന്നും ഇല്ല. അതും എന്ത് തന്നെയാണ്? എയർ തന്നെയാണെന്ന് ആര് പറയുവാണ്? നമ്മുടെ പോയിട്ട് പറയുവാണ്. അതായത് ആ ആർട്ടിഫിഷ്യാലിറ്റിയെ കുറിച്ച് ഒന്നുകൂടെ മൂന്നി പറയുവാണ്. അതായത് ഇങ്ങനെ ബോർഡറൊക്കെ കെട്ടിത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് പോയിട്ട്. അവിടുത്തെയും എയറും ഇവിടുത്തെയും എയറൊക്കെ സെയിം തന്നെയാണ്. അവിടുത്തെ എയറിന് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, സ്മെല്ല് വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയുവാണ്. ആ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറീസിന്റെ ആ ഒരു അബ്സേർഡിറ്റിയെ കുറിച്ച് പറയുവാണ്, റിഡിക്കുലസ്നെസ്സിനെ കുറിച്ച് പറയുവാണ്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ഐ ഹാഡ് മോർ എക്സ്പെക്ടേഷൻസ് ഫ്രം മൈ ഫസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ ഐ ഗെസ്. ആ ഒരു ഡിസപ്പോയിന്റ്മെന്റിനെയാണ് കാണിക്കുന്നത്. അതായത് പോയിട്ട് റിയലൈസ് ചെയ്യുന്ന എന്താണ്? ബോർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തമാശ കളിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ നല്ല ഇമ്പോസിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ന് പറയുവാണ്. ആൻഡ് ഈ ഇവിടെ ഉള്ള ആളുകളുടെ എവരുടെ റിയാലിറ്റിയിൽ പെടുന്ന ഒരു കാര്യം കൂടിയാണ് ബോർഡർ. സോ അവിടെ ഉള്ള ആളുകൾ ചിലപ്പം അവർക്ക് ഈ ഒരു ബോർഡർ വലിയ പ്രശ്നമൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ പോയിട്ടിന് അത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തോന്നി. ആൻഡ് ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ് എന്താണ് ബോർഡറിന്റെ ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ വെയിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. Stanza 5. There on that raised mound were 4 lines of betel nut trees mark a rectangle and still ripen every March inside that whose home. ഇനി ബീറ്റൽ നട്ട് ട്രീസിനെ കുറിച്ച് പറയുവാണ്. അത് ആ ലാൻഡിൽ നിൽക്കുന്ന ട്രീസ്. അപ്പൊ ആ ട്രീസിനെ ഈ ഫെൻസുമായിട്ട് അല്ലെങ്കിൽ ഈ ബോർഡർ ഫെൻസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുവാണ്. ആൻഡ് എന്താണ്? ഈ ബീറ്റൽ നട്ട് ട്രീസ് മാർച്ച് സമയമാകുമ്പോഴാണ് റൈപ്പൺ ചെയ്യുന്നത്. അത് എന്ന് വെച്ചാൽ ആ ഒരു ഡെയിലി ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് പോയിട്ട്. ആൻഡ് ഇൻസൈഡ് ദാറ്റ് വാസ് ഹോം. അപ്പൊ ബീറ്റൽ നട്ട് ട്രീസിന്റെ ഇടയ്ക്കായിരുന്നു അയാളുടെ വീടെന്ന് പറയുന്നത്. ആ നൊസ്റ്റാൾജി അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഹോമിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഫോൺസ് ക്യാച്ച് ദ സിഗ്നൽ ഫ്രം ദി അതർ സൈഡ്. ഇനി എന്താണ്? ടെക്നോളജി ബോർഡറെ ഡിസ്റിഗാർഡ് ചെയ്യും എന്നുള്ളതാണ്. മൊബൈൽ നെറ്റ്വർക്ക് എന്താണ്? എല്ലായിടത്തും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെ. ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും മൊബൈൽ നെറ്റ്വർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അപ്പുറം ഉള്ളവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു ബോർഡറിന്റെ ആ ഒരു എന്താ പറയുക റിഡിക്കുലസ് നേച്ചറാണ് കാണിക്കുന്നത്. ഇപ്പൊ ബോർഡറിന്റെ അപ്പുറത്താണ് മൊബൈൽ ടവർ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പുറത്തുള്ള ആളുകൾക്ക് കിട്ടാതിരിക്കണമെന്നുണ്ടോ? ഇല്ല, ഇപ്പുറത്തുള്ള ആളുകൾക്ക് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പൊ ഡിജിറ്റൽ മീൻസ് വഴി ഇവരെല്ലാം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. ആൻഡ് സ്റ്റാൻസ 6 എന്ന് പറയുന്നത് എന്താണ്? ആ ലോക്കൽ മാന്റെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ലോക്കൽ മാൻ എന്താണ്? കൺട്രി ചിക്കനും ഫിഷും ഒക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫേർണിച്ചറിന്റെ പുറത്താണ് ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. 5 year old ആണ്. പക്ഷെ എന്താണ്? ആ വാർണിഷ് ഇപ്പോഴും ഗ്ലോസി ആയിട്ട് തന്നെ ഇരിക്കുവാണ്. അതായത് ഈ കുറച്ച് പോയിന്റിന്റെ കൂടെ കുറെ ആളുകളും ഈ ബോർഡർ ലാൻഡ് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സോ അവിടുത്തെ ലോക്കൽ മനുഷ്യൻ ഇവർക്ക് ഫുഡ്, അതായത് ചിക്കനും ഫിഷും ഒക്കെ കൊടുത്തു. ആൻഡ് ഇവരെല്ലാം ഈ ഗ്രൂപ്പ് പോയിന്റിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോയിന്റും ഒക്കെ ഒരു ഈ ലോക്കൽ മാന്റെ ആ വൈഫിന്റെ ഫേർണിച്ചറിലാണ് ഇരിക്കുന്നത്, സോഫയിലോ അങ്ങോട്ടൊക്കെ ഇരിക്കുന്നത്. അത് 5 years പഴക്കം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ ഫേർണിച്ചറിന്റെ ഗ്ലോസിനെസ് അല്ലെങ്കിൽ ആ ഒരു ഷൈനിങ്നെസ് പിന്നെന്താണ് മാറിയിട്ടില്ല എന്ന് പറയുവാണ്. അപ്പൊ അവിടെ ഉള്ള ആളുകളുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്.
ഫോൾ സീലിംഗ് ഉണ്ട് ആ വീട്ടിലും. ആ ഓൾഡ് സാരി എന്ന് പറയുന്നത് ലേറ്റ് മദറിന്റെ ആയിരിക്കാം. ഇനി ഒരു സാരി ഉണ്ട് അവിടെ, സാരി കിടക്കുവാണ് ആ റൂമിൽ. അപ്പൊ ആ സാരി എന്ന് പറയുന്നത് എന്താണ്, ഇമോഷണൽ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയെ കാണിക്കുന്നതാണ് ആ സാരി എന്ന് പറയുന്നത്. അതായത് ആളുകൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ പാസ്റ്റ് ഒരിക്കലും അവർ വിടത്തില്ല, ആ പാസ്റ്റ് വെച്ചിട്ടാണ് അവർ വീട് പോലും വെച്ചിരിക്കുന്നത് എന്ന് പറയുവാണ്. പിന്നെ and the door I lean against looks old, so old that it could be the last remnant of the home across the lines. ഇനി ഒരു പഴയ കതകിന്റെ കാര്യം പറയുന്നുണ്ട് ആ വീട്ടിലെ. പഴയ കതക് എന്ന് പറയുന്നത് എന്താണ്, ഡോർ എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ ആ ഡോറ് പോലും എന്താണ്, ചിലപ്പോ മറ്റേ വീട്ടിലെ ഡോറ് വലിച്ചിളക്കിക്കൊണ്ട് വന്ന പാർട്ടീഷന്റെ സമയത്ത്, അതായത് ബംഗാളി മുസ്ലിംസ് പാർട്ടീഷന്റെ സമയത്ത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ആസാമിലോട്ട് കയറിയതാണ്. അപ്പൊ ആ അവരുടെ പഴയ വീട്ടിലെ ഡോറും കൂടെ പൊളിച്ചെടുത്തോണ്ടാണ് ചിലപ്പോൾ ഈ വീടൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഓൾഡ് ഡോർ എന്ന് പറയുവാണ്, അത് ഭയങ്കര ഓൾഡായിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ ആ പഴയ വീട്ടിലെ ഡോർ ആയിരിക്കാം ഇത് എന്ന് പറയുവാണ്. അതായത് ഫിസിക്കൽ ഹോംസ് ലോസ്റ്റ് ആയാലും, ഫിസിക്കൽ ഹോംസ് ഇവർക്ക് പഴയ വീടൊക്കെ ഇവർക്ക് നഷ്ടമായാലും, ഇവർ അവിടെ നിന്നുള്ള മെമ്മറീസ് കളക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിൽ ഇവർ വന്ന് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ തീം വരുന്നത് ബോർഡേഴ്സും ഐഡന്റിറ്റിയും ആണ്. അതായത് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഷേപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്, അതുപോലെ തന്നെ ആ പഴയ ലാൻഡുമായിട്ടുള്ള കണക്ഷനെ മാറ്റുന്ന ഒരു കാര്യം കൂടിയാണ്, അല്ലെ, സെപ്പറേറ്റ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. ലാൻഡും എയറും പീപ്പിളും പക്ഷെ എന്താണ്, ഈ പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ മൈഗ്രേഷന്റെ കാര്യം പറയുന്നുണ്ട്, അവർക്ക് അവരുടെ ഹോം ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും എന്താണ്, ഇന്ത്യ ബംഗ്ലാദേശ് പാർട്ടീഷന്റെ കാര്യമാണ് ഇവിടെ കോണ്ടാക്ട്, ആ ഒരു കോണ്ടാക്സ്റ്റ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് പാർട്ടീഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ എന്നാലും എന്താണ്, ആ മൈഗ്രേഷന്റെ കാര്യമാണ്, അവിടെയുള്ള ബംഗാളി മുസ്ലിംസ് ആണ് ഇങ്ങോട്ട് ആസാമിലോട്ട് കുടിയേറിയത്. പിന്നെ ഓൾഡ് ഡോറ്, സാരി, ഇതൊക്കെയെന്ന് വെച്ചാൽ മെമ്മറീസ് ഓഫ് ദി പാസ്റ്റ് ആണ്. അത് എത്ര ബോർഡർ ഇമ്പോസ് ചെയ്താലും ആ ആളുകൾ എന്ത് ചെയ്യണം, പഴയ കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈവൻ ദോ ദേർ ആർ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. പിന്നെ ഇവരുടെ ബോർഡറിന്റെ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും എന്താണ്, അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലഞ്ച് കഴിക്കുന്നു, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നു, ഫർണിച്ചർ ഉണ്ട് അവർക്ക്, അല്ലേ. ആ ബോർഡർ ഒന്നും ഇവരുടെ ഈ ഒരു കാര്യത്തിൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്നതേ ഇല്ല, പക്ഷെ അവരുടെ ഇമോഷണലി അവരെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ബോർഡേഴ്സിന്റെ ഒരു ആവശ്യമില്ലായ്മ, അതായത് ഒരു റിഡിക്കുലസ്നെസ് അല്ലെങ്കിൽ അബ്സേർഡിറ്റി ഓഫ് ബോർഡർ. ഈ ബോർഡർ ശരിക്കും പറഞ്ഞാൽ എയറിനെയോ ലാൻഡിനെയോ ഡിജിറ്റൽ സിഗ്നൽസിനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല, അല്ലേ. അപ്പൊ ആ ഒരു ബോർഡർ ശരിക്കും പറഞ്ഞാൽ വളരെ ഓർഡിനറി ആയിട്ടുള്ള രീതിയിലാണ് ആർക്ക് തോന്നുന്നത്, പോയിട്ട് തോന്നുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും, പൊളിറ്റിക്കൽ സെപ്പറേഷനെ കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് തിങ് ആണെങ്കിലും, പോയിട്ട് നോക്കുമ്പോൾ എന്താണ്, അവരവരുടെ കാര്യം ചെയ്തു പോകുന്നു. ബോർഡർ ഉണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ ഇവോക്കേറ്റീവ് ആയിട്ടുള്ളൊരു പോവമാണ്. പൊളിറ്റിക്കൽ ബോർഡർ, ഹ്യൂമൻ കണക്ഷൻ തമ്മിലുള്ള ടെൻഷനാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഒരുപാട് ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി സാരിയുടെ കാര്യം, മൊബൈൽ ഫോണ്, മറ്റില്ല ഫർണിച്ചറിന്റെ കാര്യം, ഡോറിന്റെ കാര്യം, ഓൾഡ് ഡോറിന്റെ കാര്യം, ചിക്കൻ ആൻഡ് ഫുഡ് തന്ന കാര്യം ഒക്കെ എഴുതിക്കോണം.